ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. എല്ലാവരെയും ബഹുമാനിക്കുക എന്നുള്ളത് കാര്യം. അത് നമ്മൾ കുമ്പസാരിക്കുന്നത് നമുക്കറിയാം. പൊതുവായിട്ടുള്ള കുമ്പസാരങ്ങൾ ചിലപ്പോൾ വൈദികരുടെ എണ്ണം കുറവായിരിക്കും, അല്ലെങ്കിൽ ഒരു വൈദികൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആളുകൾ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളെക്കാളും മുമ്പേ വന്ന ആളുകൾ അവിടെ ലൈനിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ടേൺ അനുസരിച്ച് നമ്മൾ ക്യൂവിൽ നിൽക്കുക എന്നുള്ളത് മറ്റുള്ളവരെ മാനിക്കുന്നതിൻ്റെ അടയാളമാണ്. നമ്മൾ ശാന്തമായിട്ട് അതിന് സമയമെടുത്ത് തന്നെ കുമ്പസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അന്ന് സമയം കിട്ടിയില്ല എങ്കിൽ, ഇനി അഥവാ അച്ഛന് തിരക്കുണ്ട് അല്ലെങ്കിൽ നമുക്ക് തിരക്കുണ്ട് എങ്കിൽ, ആ വൈദികനുമായിട്ട് സംസാരിച്ചതിന് ശേഷം അവസരോചിതമായൊരു സമയം കണ്ടെത്തി ഒരുങ്ങി നന്നായിട്ട് കുമ്പസാരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. എടുപിടിയിൽ നിന്ന് വന്ന് ഓടി കുമ്പസാരിക്കേണ്ട കാര്യമല്ല. അത് ആ ലൈനിലുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ്. കുമ്പസാരിക്കുന്നു പറഞ്ഞ് ഓടി വന്ന് ചെയ്യേണ്ട ഒരു കർമ്മമല്ല. കുമ്പസാരിക്കുന്നു പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തീർക്കേണ്ട ഒരു കൂദാശയുമല്ല. ഇതൊരു പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൂദാശയാണിത്. കൂദാശ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഒരുക്കം നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. ഒരു പാപിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കുമ്പസാരത്തിന് അണയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കുമ്പസാരിക്കാനായിട്ട് നന്നായിട്ട് ഒരുങ്ങും. അതൊരു സഭ ഒരു നിയതമായ രൂപം നമുക്ക് നൽകുന്നുണ്ട് കുമ്പസാരിക്കുന്നത് എങ്ങനെയെന്ന്. നമ്മുടെ പെരിന്തൽമണ്ണ അൽഫോൻസ ഫൊറോന പള്ളിയിലെ കുമ്പസാരക്കൂടിനോട് ചേർന്ന് നമ്മൾ അതിനുവേണ്ടി തന്നെ കുമ്പസാരിക്കുന്ന ആളുകൾക്ക് സഹായകമാകുന്ന രീതിയിൽ കുമ്പസാരത്തിന് ഒരുങ്ങേണ്ട വിധം എന്താണ്, എങ്ങനെയാണ് കുമ്പസാരിക്കേണ്ടതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാം, കുമ്പസാരത്തിന് നല്ല കുമ്പസാരത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ 5 എണ്ണമാണ് നമ്മൾ ഔദ്യോഗികമായിട്ട് സഭ പഠിപ്പിക്കുന്നത്. നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാനായിട്ട് ഒരുങ്ങേണ്ട ഒരു കാര്യം. ഒന്നാമത്തേത് പാപങ്ങളൊക്കെ ക്രമമായിട്ട് ഓർക്കുക. ക്രമമായിട്ട് പാപങ്ങൾ ഓർക്കുക എന്നുള്ളത് നമ്മൾ ചെയ്ത പാപത്തിൻ്റെ അതിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച്, അതിൻ്റെ കാലഘട്ടം അനുസരിച്ച് നമ്മൾ ക്രമമായിട്ട് ഓർക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പാപങ്ങളെ പറ്റിയുള്ള ബോധ്യമുണ്ടാവൂ. ചെയ്ത പാപങ്ങൾ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. രണ്ടാമത്തെ കാര്യം നോക്കുക, പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കുന്നത്. ഈ പാപങ്ങളെപ്പറ്റി ക്രമമായിട്ട് ഓർത്താൽ മാത്രം പോരാ, നമുക്ക് യഥാർത്ഥമായിട്ട് വേണ്ടത് പശ്ചാത്താപമാണ്. ഈ പശ്ചാത്താപം ഇല്ലെങ്കിൽ കുമ്പസാരിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ പാപം ചെയ്തു, ദൈവമേ ഞാൻ പാപിയാകുന്നു. നമുക്കറിയാം, സുവിശേഷത്തിൽ ഒരു പാപി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നോക്കാൻ പോലും, കണ്ണുയർത്താൻ പോലും ധൈര്യപ്പെടാതെ കർത്താവെ ഞാൻ പാപിയാണെന്ന് ഏറ്റു പറഞ്ഞു. പശ്ചാത്താപം വളരെ പ്രധാനപ്പെട്ടതാണ്. പാപത്തെ ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, മേലിൽ പാപം ചെയ്യില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഇനി പശ്ചാത്തപിച്ചാൽ മാത്രം പോരാ, മേലിൽ ആ പാപം ചെയ്യില്ലെന്ന് പ്രതിജ്ഞ കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നൊരു ചോദ്യമാണ്, നമ്മളിങ്ങനെ പ്രതിജ്ഞ ചെയ്തിട്ട് എന്താ കാര്യം, വീണ്ടും ആ പാപം ആവർത്തിക്കില്ലേ? അതുകൊണ്ടാണല്ലോ കർത്താവ് കുമ്പസാരമുള്ള കൂദാശ ആവർത്തിക്കപ്പെടുന്ന കൂദാശയായിട്ട് തന്നെ സ്ഥാപിച്ചത്. മേലിൽ ഞാൻ പാപം ചെയ്യൽ, ഈ പാപം ചെയ്യാതിരിക്കാനായിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പരിശ്രമം ഞാൻ ഉണ്ടാക്കും എന്നുള്ളൊരു ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയും നാലാമത്തെ കാര്യം, ചെയ്തുപോയ പാപങ്ങളെല്ലാം ക്രമമായി വൈദികനെ അറിയിക്കണം. ഒന്നും വിട്ടുപോകാതെ ചെയ്ത പാപങ്ങളൊക്കെ കുമ്പസാരത്തിൽ ഏറ്റുപറയുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഇതെല്ലാം ഏറ്റുപറയണം. ഏറ്റുപറയാനായിട്ട് ചിലർക്ക് ഓർമ്മശക്തി ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ ഒന്ന് കുമ്പസാരക്കൂട്ടിലേക്ക് വരുമ്പോൾ മറന്നു പോകും. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ചെറുപ്പകാലം മുതലേ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന കാര്യമാണ്. ആദ്യ കുർബാനയ്ക്ക് കുട്ടികളെ ഒരുക്കുമ്പോൾ തന്നെ അവരെ പരിശീലിപ്പിക്കുന്നതാണ്. പാവങ്ങളൊക്കെ ഒന്ന് നമ്മൾ പ്രൈവറ്റായിട്ട് സ്വകാര്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതുക. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ക്രമമായിട്ട് എഴുതുക. ആ എഴുതിയതിന് ശേഷം അത് നോക്കി കുമ്പസാരിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല. അത് നല്ല കാര്യം തന്നെയാണ്. അതിന് ശേഷം നമ്മൾ തന്നെ ആ സമയത്ത് തന്നെ നശിപ്പിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ചെയ്തുപോയ പാപങ്ങളെല്ലാം വൈദികനെ അറിയിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നും മറച്ചു വയ്ക്കാതെ. ചില പാപങ്ങൾ മറച്ചു വെക്കാറുണ്ട്. ചില പാപങ്ങൾ പറയാനുള്ള നാണക്കേട് മൂലമോ അല്ലെങ്കിൽ അച്ഛൻ എന്ത് വിചാരിക്കും എന്ന് മൂലമോ ഒക്കെ പാപങ്ങളൊക്കെ മറച്ചു വെക്കാറുണ്ട്. അതൊന്നും പാടില്ല. ഒരിക്കലും അച്ഛനൊന്നും വിചാരിക്കില്ല. അത് നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ പാപങ്ങളൊക്കെ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന വൈദികനെന്ന് പറയുന്നത് കർത്താവിൻ്റെ പ്രതിപുരുഷനാണ്. ഈശോ തന്നെയാണ് പാപം മോചിക്കുന്നത്. അല്ലാതെ ഒരു അച്ഛനോ ഒരു വ്യക്തിക്കോ ഒരു മനുഷ്യ വ്യക്തിക്കോ പാപം മോചിക്കാനായിട്ട് സാധിക്കില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ പാപങ്ങളൊക്കെ അവിടെ ഏറ്റുപറയുക എന്നുള്ളത് നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇനി 5-ാമത്തെ കാര്യമെന്ന് പറയുന്നത്
വൈദികൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നിറവേറ്റുക. ഇപ്പോൾ പാപം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് കുറവുണ്ടായി കഴിഞ്ഞാൽ അതിനൊരു പ്രായശ്ചിത്തം ആവശ്യമാണ്, അതിനൊരു പരിഹാരം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അതിന് ചേർന്ന വിധത്തിൽ നമ്മുടെ പാപങ്ങൾ വൈദികന് അത് കേട്ടതിന് ശേഷം അതിന് ചേർന്ന വിധത്തിൽ നമ്മളെ ആത്മീയമായിട്ട് നയിക്കുന്ന കുറച്ച് ഉപദേശങ്ങൾ നൽകും. ആ ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ വലിയ കാര്യങ്ങളൊന്നുമല്ല പ്രായശ്ചിത്തമായിട്ട് നൽകുന്നത്, ആ പ്രായശ്ചിത്തം നിറവേറ്റുകയും ചെയ്യണം. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നമ്മൾ നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങളായിട്ടാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനകത്ത് 2 പ്രാർത്ഥന നമ്മൾ പറയുന്നുണ്ട്. ഒന്നാമത്തേത് സർവശക്തനായ ദൈവത്തോടും എന്നാരംഭിക്കുന്ന കുമ്പസാരത്തിനുള്ള ജപം, രണ്ടാമത്തേത് മനസ്താപപ്രകടനം. ഈ 2 പ്രാർത്ഥനകളും നമ്മൾ ചെയ്യണം. ആദ്യത്തെ കുമ്പസാരത്തിനുള്ള ജപം അതിൻ്റെ ആദ്യ പകുതി നമ്മൾ ചൊല്ലണം. ഇതിൻ്റെ മുമ്പായിട്ട് ദിവസങ്ങളോളം പ്രാർത്ഥിച്ചൊരുങ്ങി അല്ലെങ്കിൽ മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരിക്കാൻ വരുന്ന ആളുകളുണ്ട്. അതുപോലെ നമ്മൾ ഓടി വന്ന് കുമ്പസാരിക്കാതെ, ഒരുക്കമില്ലാതെ കുമ്പസാരിക്കാതെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ഞാൻ പാപിയാണെന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ പാവങ്ങളെ പറ്റിയുള്ള ബോധത്തോടു കൂടി തന്നെ വന്ന് കുമ്പസാരിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം കുമ്പസാരിച്ചതിന് ശേഷം നമ്മൾ അടുത്ത പ്രാർത്ഥന, ആദ്യത്തെ കുമ്പസാരത്തിലുള്ള ജപത്തിൻ്റെ പകുതി, രണ്ടാമത്തെ പകുതി നമ്മളോട് സഹായ അഭ്യർത്ഥനയാണ്. നമ്മളെ പ്രാർത്ഥിക്കാനായിട്ട് വിശുദ്ധരോടും മാലാഖമാരോടുമുള്ള സഹായ അഭ്യർത്ഥനയാണ്. അതിൻ്റെ രണ്ടാമത്തെ പകുതിയും കൂടെ അവിടെ ചെല്ലുന്നു. ആദ്യ പകുതി ആരംഭിച്ച് അത് തന്നെ ആവർത്തിച്ചാലും ആ പ്രാർത്ഥന മുഴുവൻ ചൊല്ലിയാലും നല്ലത് തന്നെയാണ്. അതിനുശേഷം മനസ്താപപ്രകടനം നമ്മൾ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് കുമ്പസാരത്തിന് ചെയ്യേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് കുമ്പസാരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അത് നിങ്ങൾ ഇവിടെ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് തന്നെ നോക്കുക. വളരെ വ്യക്തമായിട്ട് അവിടെ നമ്മൾ എല്ലാവരുടെയും സഹായത്തിന് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. കുമ്പസാരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഒന്ന്, പാപത്തിൽ നിന്നും നമ്മൾ രക്ഷ പ്രാപിക്കുന്നു. രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ്, ദൈവവുമായി രമ്യപ്പെടും. ഒരു പാപം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മളോട് തന്നെ പാപം അകന്നു പോകുന്നു, സഹോദരനുമായിട്ട് അകന്നു പോകുന്നു, ഏറ്റവും വലുതായിട്ട് ദൈവവുമായിട്ട് അകൽച്ച സംഭവിക്കുകയാണ്. അപ്പോൾ ദൈവവുമായിട്ട് രമ്യപ്പെടണം, സഹോദരനുമായിട്ട് രമ്യപ്പെടണം, നമ്മോട് തന്നെ രമ്യപ്പെടണം, നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയോടൊക്കെ രമ്യപ്പെടുകയാണ് കുമ്പസാരത്തിലൂടെ ചെയ്യുന്ന കുമ്പസാരത്തിൻ്റെ ഫലങ്ങൾ. അപ്പോൾ ദൈവവുമായിട്ട് രമ്യപ്പെടുന്നു. ഇനി പാപം മൂലം നഷ്ടപ്പെട്ട കൃപാവരം തിരിച്ചു കിട്ടും. നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൃപാവരം നഷ്ടപ്പെടും. മാരകപാപം ചെയ്താൽ നിശ്ചയമായി നമ്മുടെ കൃപാവരത്തിൽ നിന്ന് നമ്മൾ അകലെയായി. അപ്പോൾ ആ കൃപാവരം നമുക്ക് കുമ്പസാരത്തിലൂടെ ലഭിക്കുകയാണ്. വലിയ കാര്യമാണ്. ഇനിയും നാലാമത്തേത്, നമുക്ക് ലഭിക്കേണ്ട ശിക്ഷയിൽ നിന്ന്, പാപത്തിൽ നിന്ന് ലഭിക്കേണ്ട ശിക്ഷയിൽ നിന്ന്, നിത്യശിക്ഷയിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവാക്കപ്പെടുകയാണ്. സഹോദരങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കും. ഞാൻ പറഞ്ഞു. ഇനി തിരുസഭയുമായിട്ട് അനുരഞ്ജനപ്പെടുന്നു. തിരുസഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ മൗതിക ശരീരമാണ്. അതോടൊപ്പം തന്നെ ഈ വിശ്വാസികളുടെ കൂട്ടായ്മയാണ്. അപ്പോൾ നമ്മൾ പാപം ചെയ്യുമ്പോൾ തിരുസഭയുമായിട്ടും ഒരു അനുരഞ്ജനം ആവശ്യമാണ്. അത് കുമ്പസാരത്തിൽ അത് സംഭവിക്കുകയും ചെയ്യുകയാണ്. ഇനി 7ാമത്തെ കാര്യം, വലിയ സന്തോഷവും സമാധാനവും ഹൃദയത്തിൽ ലഭിക്കുന്നു. ശരിയായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ച് വിശ്വാസത്തോടു കൂടി തന്നെ വന്ന് കുമ്പസാരിക്കുന്ന ഒരു അനുതാപിക്ക് ലഭിക്കുന്ന വലിയൊരു കൃപയാണ് വലിയ സന്തോഷവും സമാധാനവും ഹൃദയത്തിൽ ലഭിക്കുക എന്നുള്ളത്. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കുക, ഓരോ കുമ്പസാരവും ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാവണം. നമുക്ക് ഓരോ കുമ്പസാരവും നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടണമെന്നല്ല, നമുക്ക് ആ പുതിയ ജീവിതത്തിലേക്കുള്ളൊരു തുടക്കം കൂടിയാവണം. ഒന്ന്, നന്നായി ക്ഷമിക്കാൻ, നന്നായിട്ട് അധ്വാനിക്കാൻ, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ, നന്നായിട്ട് ജീവിക്കാൻ, നന്നായിട്ട് സ്നേഹിക്കാൻ, നന്നായിട്ട് പഠിക്കാൻ, നന്നായിട്ട് കരുണ കാണിക്കാൻ. അത് ഓരോ കുമ്പസാരവും ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാകണം. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയൊരു കൃപ എന്ന് പറയുന്നത് ഈ ദൈവം നൽകുന്ന വലിയൊരു സന്തോഷവും സമാധാനവുമാണ് ഈ ഓരോ കുമ്പസാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് കുമ്പസാരിക്കുക എന്ന് പറയുന്നത് ഒരു കത്തോലിക്ക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും വലിയ കൃപയാണ്. മറ്റാർക്കും, മറ്റൊരു മതവിശ്വാസിക്കോ മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആളുകൾക്കോ കിട്ടാത്ത വലിയൊരു ദൈവാനുഗ്രഹമാണ് ഈശോ നമുക്ക് സഭയിലൂടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ കൂദാശയും കൃപയുടെ കൃപ നമുക്ക് ലഭിക്കുന്ന വഴികളാണ്. അപ്പോൾ അത് 100% വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, ഒരുക്കത്തോടു കൂടി ചെയ്തു കഴിയുമ്പോൾ നമുക്ക് കുമ്പസാരത്തിലൂടെ ലഭിക്കുന്ന വലിയൊരു സന്തോഷവും കൃപയും നമുക്ക് ലഭിക്കും. നമുക്ക് പരിശുദ്ധാത്മാവിനെ ജീവിതത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ടുള്ള അനുഗ്രഹം തമ്പുരാൻ നൽകുകയാണ്.